തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രാവിലെ പള്ളിയിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ രണ്ടു വാക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് 2019 തെരഞ്ഞെടുപ്പ് പ്രചരണവും 2024 വരുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ജനങ്ങൾക്കിടയിലുണ്ടല്ലോ, എന്താണ് ഒരു ആത്മവിശ്വാസം? അന്ന് ഒരു പകരക്കാരനായി വന്നു. അതും അവസാനം ഒരു 15-14 ദിവസമുള്ളപ്പോൾ മാത്രമാണ് ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു ഭയങ്കര ഹാഷ് ക്യാമ്പയിൻ ഡ്രൈവിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റൂടെ 19 ശേഷം 5 വർഷം ഞാൻ ഇവിടെ തന്നെ നിന്ന് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇവിടെ മാത്രമല്ല കേരളത്തിലാകമാനം, അപ്പോൾ അതിന്റെ ഒരു പഠനം അവർക്ക് കിട്ടിയതിന്റെ ബലമാണ് 24 എനിക്ക് അധികമായിട്ട് ഉള്ളത്. അതാണ് അതിന്റെ വ്യത്യാസം. ഈ പല രാഷ്ട്രീയ എതിരാളികൾക്ക് പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ആകുന്ന സ്ഥാനം സുരേഷ് ഗോപി ആകുന്നത് എന്തുകൊണ്ടായിരിക്കും? വ്യക്തിപരമായി അന്ന് ഞാൻ നോക്കാറില്ല. അതൊക്കെ അവരുടെ ആവശ്യം, എനിക്കത് പ്രശ്നമല്ല. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെന്നുള്ളതാണ് പറഞ്ഞു. എനിക്കത് പ്രശ്നമേ അല്ല, അതെന്റെ നോട്ടവുമല്ല. അവരങ്ങനെ പലതും പറയും, അതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അത് എന്നെ സംബന്ധിക്കുന്നതല്ല. അതിന്റെ മുന്നിലോ പിന്നിലോ അവരുടെയൊക്കെ തന്നെ നാമം അങ്ങ് ചേർത്താണ്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. അതിനുശേഷം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. കരുവന്നൂർ കാര്യമായി തന്നെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അവര് ആ കാശ് എല്ലാവർക്കും കൊടുത്താൽ മതി. അതിനാണോ മുഖ്യമന്ത്രി വന്ന? കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കുക മുഴുവൻ കാശും. അതുപോലെ തന്നെ മാവേലിക്കര ബാങ്കിലാണ് ഞാൻ ആദ്യം സമരം ചെയ്തത് 2021. അന്ന് അതിനകത്ത് ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കംപ്ലൈന്റിന്റെ പുറത്താണ് പോയത്. പക്ഷെ അവിടെ അറിയുന്ന 200-300 കേസുകൾ അവിടെ ഉണ്ടെന്ന്. അപ്പോ ആ സ്ത്രീക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടി, പണം മുഴുവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് കഴിഞ്ഞ ദിവസം അവരുടെ വയ്യാത്ത അമ്മ അവിടെ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞ് കാശില്ല, ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകന് ഗോവൻ ചെന്നിത്തലയെ വിളിച്ചു പറഞ്ഞു, കോടതിയിൽ പോയി ക്വാർട്ടർലക്ഷ്യ കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പൈസ ആവശ്യമുള്ളവർക്ക് അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്ര ചിട്ടി കമ്പനികളാണ് പൂട്ടിച്ചത്, അല്ലേ? പൈസ ഉടനെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ന്യായവും അന്യായവും ഉണ്ട്. അപ്പോ അത് പ്രൈവറ്റ് കമ്പനികളുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ സ്വന്തം കാര്യത്തിൽ നോക്കുന്നത്? സ്വന്തം കപ്പലിൽ കള്ളന്മാരുണ്ടെങ്കിൽ അവരെ മുക്കുക, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനെയാണ് ED അറസ്റ്റ് ചെയ്തത്, മുഖ്യമന്ത്രിയെ. കേരളത്തിൽ പക്ഷേ ED അത് അത്തരത്തിൽ ഇടപെടൽ, ഈ ED കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷനിലാണ്. എന്റെ അടുത്ത് തൃശ്ശൂർ കാൻഡിഡേറ്റ് ആ രീതിയിൽ സംസാരിക്കും. ഓക്കെ. അപ്പോൾ ഈ കെ മുരളീധരൻ നേരത്തെ പറഞ്ഞത് വ്യക്തികളല്ല, ഇവിടെ രാഷ്ട്രീയമാണ് ഇവിടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയം തന്നെ അല്ലേ ചർച്ച ചെയ്യേണ്ടത്? വ്യക്തികൾ ജനങ്ങളാണെങ്കിൽ അവരെ പ്രജകളാക്കി മാറ്റിയത് ആരാണ് എന്ന് നല്ലതുപോലെ കഴിഞ്ഞ ഒരു 40 വർഷത്തെയെങ്കിലും രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തന ക്ഷമത അത് അളന്നുകൊണ്ട് സംസാരിക്കണം, അല്ലേ? ഓരോ 5 വർഷവും അന്ന് പതിച്ചെടുത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ പതിച്ചെടുത്തിട്ട് ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ആ പതിച്ചെടുത്ത ആൾക്കാരുടെ പ്രവർത്തനത്തിലൂടെ എന്ത് നേടാൻ കഴിഞ്ഞു? ജീവിതമാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ സംസ്ഥാനത്ത് കാര്യമായി തന്നെ ഭരണവിരുദ്ധ വികാരം പ്രകടമായി ഉണ്ടോ? ഉണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? അത് അവര് നിശ്ചയിക്കും, ആ ജനങ്ങൾ നിശ്ചയിക്കും. അതാണ് റിസൾട്ട് ആവുക. ഏതൊക്കെ മേഖലകളിലാണ് ചേട്ടാ തൃശ്ശൂരിൽ ഇത്രയും ദിവസം പ്രചരണം നടത്തിയപ്പോ വലിയ സ്വീകാര്യത? 14 പ്രദേശങ്ങളിലും പോയി സ്വീകാര്യത വ്യക്തി എന്ന നിലയ്ക്ക് വരുന്നതുണ്ടാവും, രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ഉള്ള സ്വീകാര്യതയുണ്ടാവും, പുതിയ പ്രതീക്ഷ, പുതിയ അവരുടെ തീരുമാനങ്ങളിലെ മാറ്റം എന്ന നിലയ്ക്കൊക്കെയുള്ള സ്വീകാര്യതയുണ്ടാവും. അത് നമുക്ക് 26-ാം തീയതി രേഖപ്പെടുത്തി കഴിഞ്ഞ് ജൂൺ 4-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കൂ. യെസ്, അതാണ് സുരേഷ് ഗോപി പറയുന്നത്. രഞ്ജിത്ത്, ഈ ദേശീയ സംസ്ഥാന വിഷയങ്ങളിലേക്ക് സുരേഷ് ഗോപിയുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു.
പ്രത്യേകിച്ച് ED കേസൊക്കെ പരാമർശിച്ചപ്പോൾ ഞാനതിൽ കക്ഷിയേ അല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിന്റെ രാഷ്ട്രീയം, തൃശ്ശൂരിലെ പ്രചരണ വിഷയം ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റ് വിഷയങ്ങളെ ഞാൻ ഇപ്പോൾ എൻ്റെ വിഷയമല്ല എന്നൊരു നിലപാടെടുക്കുകയാണ് സുരേഷ് ഗോപി എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു ടാർഗറ്റ് മൂവ്മെന്റ് ആണ് സുരേഷ് ഗോപി അവിടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണോ പൊതുവിൽ BJP ക്യാമ്പിന്റെ ഒരു പ്രചരണ തന്ത്രവും നീക്കവും അങ്ങനെ തന്നെയാണോ? സൈത്ത്, ഈ BJPയുടെ നിയന്ത്രണത്തിലല്ല സുരേഷ് ഗോപി. കാരണം സുരേഷ് ഗോപിയാണ് നേരത്തെ അനുമോദാണത് പറഞ്ഞത് രാവിലെ അല്ലേ, വളരെ കൃത്യമായി തന്നെ BJPയെ നിയന്ത്രിക്കുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം BJP ഈ സ്ഥാനാർത്ഥിയുടെ പ്രാധാന്യം. കാരണം ഇവിടെ നരേന്ദ്രമോദി നേരിട്ട് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കണമെങ്കിൽ രണ്ടുപേരോട് സംസാരിച്ചാൽ മതി. ഒന്ന് അമിത്ഷാ, മറ്റൊന്ന് നരേന്ദ്രമോദി. അത് വളരെ പ്രധാനമാണ് തൃശ്ശൂരിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ച പോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സുരേഷ് ഗോപി. വ്യക്തിപരമായ നിരവധിയായ ആക്ഷേപങ്ങൾ ആദ്യം മുതൽ, കിരീട വിവാദം, ഏറ്റവും ഒടുവിൽ കലാമണ്ഡല ഗോപിയാശാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ എത്രയാണ് നമ്മുടെ ഇടതുപക്ഷ ഹാൻഡിലുകൾ അല്ലെങ്കിൽ UDFകാർ ആഘോഷിച്ചത് എന്നൊക്കെ നമുക്കറിയാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അതിപ്പോൾ വളരെ നേരത്തെ അനുമോദ് പറഞ്ഞ പോലെ വളരെ സൂക്ഷിച്ചാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ അനുമോദ്? തീർച്ചയായും സുരേഷ് ഗോപി ഇവിടെ വന്ന സമയം മുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എടുക്കാൻ പലപ്പോഴും ശ്രമിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഞാൻ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞൊഴിയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ പറഞ്ഞാലും വിവാദമാകും എന്ന ഒരു മുന്നനുഭവം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒന്നും മിണ്ടിയാൽ വിവാദം, മിണ്ടിയില്ലെങ്കിൽ വിവാദം. കാരണം ഒരുപാട് ഈ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞ പോലെയാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണത്തിലെ കാര്യത്തിലുള്ള ഒരു മുൻവിധി എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് മുന്നനുഭവങ്ങളായിരിക്കാം, അതിന്റെ ഗുണവും സ്വാഭാവികമാണ് പ്രചരണത്തിൽ BJP ഉണ്ടാകും. സുരേഷ് ഗോപി പ്രചരണം മാത്രം നടത്തി മുന്നോട്ട് പോയാൽ മതി, അധികം പ്രതികരണത്തിന് പോകണ്ട എന്നാണ് BJP പ്രവർത്തകരും പറയുന്നത്. കാരണം അദ്ദേഹത്തിന് എതിരെ വലിയ തോതിലുള്ളൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നു എന്നാണ് BJP പറയുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത്. എന്ന് അദ്ദേഹം ഇത്രയും സംസാരിച്ചത് നമ്മളോടാണ് എന്ന് തോന്നുന്നു, ഇത്രയും കാര്യമായിട്ട്. അഭിമുഖം അദ്ദേഹം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 3 തവണ നമ്മൾ കണ്ടപ്പോഴും അദ്ദേഹം എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മാറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് അഭിമുഖം നമുക്ക് തന്നതിന് വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മാത്രമേ പറയുകയുള്ളൂ. തൃശ്ശൂരിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ തൃശ്ശൂരിൽ എന്താണോ പ്രചരണം അതാണ് ഇവിടെ കൃത്യമായി നടക്കുന്നത്. കാരണം ക്യാമറ ഇങ്ങോട്ട് കൂടി തീർച്ചയായും